ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അവർ പുതിയൊരു വീട്ടിലാക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്നലെ ഫ്രൈഡേത്തെ കുറച്ച് സ്റ്റഡി റൊട്ടീൻസ് ഇൻക്ലൂഡ് ആക്കിയൊരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ മിനിയാന്ന് തേഴ്സ്ഡേ കുറച്ച് ഫിസിക്സ് ചാപ്റ്റേഴ്സ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ മാത്സ് പറ്റിയില്ലായിരുന്നു. അപ്പോൾ കെമിസ്ട്രി തന്നെ ഓർഗാനിക് ചാപ്റ്റേഴ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്ലസ് ടുക്കാർക്ക് കെമിസ്ട്രിയിൽ 5 ഓർഗാനിക് ചാപ്റ്റേഴ്സ് എല്ലാം വരുന്നുള്ളത്. അപ്പം അതിൽ തന്നെ ഹാലോ ആൽക്കിൻസ് കംപ്ലീറ്റ് ആയി പഠിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ആൽക്കഹോൾസിൻ്റെ ചാപ്റ്ററിൽ ആൽക്കഹോൾ മാത്രം പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഫീനോളും ഈതറും ഇപ്പോഴും പെൻഡിങ് ലിസ്റ്റിലൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മാത്സിന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ആ ഒരു ഭാഗം നോക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഏതായാലും എക്സാം സമയത്തൊക്കെ തന്നെ മാറ്റി വെക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഏറ്റവും വലിയ ഓർഗാനിക് വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പോൾ അതിൽ ഇന്നലെ സൈലത്തിൽ ആനന്ദു സാറിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അപ്പോൾ തന്നെ ലൈവിൽ കൃത്യമായിട്ട് ഒരു 7:15 ഇരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പം ലൈവിലത്തെ ഡ്യൂറേഷൻ നോക്കുമ്പോൾ ഒരു 2.5 ഏകദേശം ഒരു 3 മണിക്കൂർക്ക് അടുത്തേ ഉള്ളൂ. പക്ഷെ നമ്മളത് ക്ലാസ് കണ്ട് പഠിച്ച് എഴുതി വരുമ്പോഴത്തേന് 3 മണിക്കൂറൊന്നുമല്ല, ഒരു 4-5 ഹവേഴ്സ് എന്തായാലും നമുക്ക് ഓരോ ക്ലാസ് കാണാനും എടുക്കും. അപ്പോൾ അതാണ് കൂടുതൽ യൂട്യൂബ് ക്ലാസ് കാണാനുള്ള മടി. പക്ഷെ പഠിക്കാതിരുന്നാൽ നല്ല രീതിക്ക് മനസ്സിലാവും. പിന്നെ ഓർഗാനിക് ചാപ്റ്റേഴ്സ് ഞാൻ ഇതേപോലെ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു 7:15 ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ബ്രൈറ്റായിട്ട് പെട്ടെന്നൊക്കെ ക്യാച്ച് ചെയ്യാനും നല്ല രീതിക്ക് പഠിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മാക്സിമം ഫോളോ ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബുക്കിലും പിന്നെ ഇതേപോലത്തെ ടാബ്ലറ്റിലൊക്കെ എഴുതി കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് ഈ ചാപ്റ്റർ മര്യാദക്ക് പഠിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന കുറച്ച് കാലം മാത്രം നോക്കിപ്പോയി അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മളേതെങ്കിലും പഠിക്കുമ്പം ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിക്ക് തന്നെ പഠിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം ആൽഡിഹൈഡ്സും കീറ്റോൺസും ഏകദേശം നല്ല രീതിക്ക് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറ്റിയതെന്നുള്ള പെട്ടെന്ന് വെച്ചിട്ട് കുറേ നേരം നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്തൊക്കെ നല്ല രീതിക്ക് പഠിച്ചതായിരുന്നു. പിന്നെ എവിടെയൊക്കെയോ എന്തൊക്കെയോ തകരാറുകൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ പഠിക്കാനുള്ള മൂടൊക്കെ ഉണ്ട്, എവിടേക്കോ പോയി. പിന്നെ കാർബോക്സിലിക്കിൻ്റെ ആ ഒരു ഭാഗത്തെപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ പഠിക്കലും മടുത്തു എന്നുള്ള രീതിക്ക് പിന്നെ കുറച്ച് നേരം അങ്ങനെ എഴുതിയ സംഭവങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തു. പക്ഷേ കാർബോക്സിലിക്ക് എത്ര നോക്കിയിട്ടും ആ ഒരു ഏരിയ പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ അതിപ്പം വീണ്ടും പെൻഡിങ് ലിസ്റ്റിലോട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇതേപോലെ അങ്ങനെ നമ്മളിപ്പോൾ എപ്പോൾ പഠിക്കാതിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുത്ത് പോകുന്ന സ്റ്റേജിലോട്ട് വരുമല്ലോ. അപ്പോൾ സാധാരണ സമയത്ത് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ പിന്നെ ഞാൻ വീണ്ടും എൻ്റെ ഡിസ്ട്രാക്ഷൻ ഫോണിൽ പോയിട്ട് റീൽസോ അല്ലെങ്കിൽ ഷോർട്സോ കണ്ട് സമയം കളയാറാണ്. പക്ഷെ എന്നാലും ഞാനത് എനിക്ക് തോന്നി അത് കാണാതിരുന്നാൽ പിന്നെ കുറേ മണിക്കൂർ അതിൻ്റെ ബാക്കി കളയും, പഠിക്കില്ല എന്ന്. അപ്പോൾ പിന്നെ കുറച്ച് നേരം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ കാർബോക്സിലേക്ക് എഴുതാനുള്ള 2-3 പേജ് വിട്ടിട്ട് പിന്നെ അമീൻസിൻ്റെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതുവരെ ഫ്രഷ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടാണ്. കാരണം ഇതുവരെ മുന്നേ ഒന്നും എക്സാമിനൊന്നും ഈ ചാപ്റ്റർ തൊട്ടിട്ടേ ഇല്ല. അപ്പോൾ ഈ ചാപ്റ്റർ എന്തായാലും ഫസ്റ്റ് മുതൽ കുറച്ച് സമയം മാറ്റി വെച്ചപ്പോൾ ഒരു റിലാക്സ്ഡ് ആയി പഠിക്കാം. പിന്നെ അമീൻസിൻ്റെ ചാപ്റ്റർ ഫുൾ ക്ലാസ്സൊക്കെ കണ്ട് നോട്ടൊക്കെ എഴുതി കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ഓർഗാനിക്കിൽ തൊടാത്ത ചാപ്റ്റർ ബയോമോളിക്യൂൾസ് ആണ്. അപ്പോൾ അത് എവിടുന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഐഡിയ ഇല്ല. അപ്പം ക്ലാസ് കാണുമ്പോൾ ഒന്ന് സംഭവിച്ചാൽ കുറേ സമയം അതിന് വേണ്ടി കളയും. അപ്പോൾ പിന്നെ നോട്ട്സ് നോക്കി പഠിക്കാനും കുറച്ച് ചില ഭാഗം സ്കൂളത്തെ നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലായിരുന്നു. അപ്പം അതിൻ്റെ റിസ്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അറിയുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ക്ലാസ് കാണേണ്ടി വരും. അപ്പോൾ അതും ഞാൻ ഇങ്ങനെ വല്ല മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എക്സാമിൻ്റെ തലേ ദിവസം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും നോക്കാൻ പറ്റില്ല. എന്നാലും ഇപ്പം പഠിക്കാൻ മടിയുള്ള ചാപ്റ്റേഴ്സൊക്കെ അന്ന് പെട്ടെന്ന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മനസ്സ് വെച്ചിട്ടാണ് ഇപ്പോൾ ബയോമോളിക്യൂൾസും പെൻഡിങ് ലിസ്റ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചാപ്റ്റേഴ്സ് പഠിക്കാതിരിക്കുമ്പോൾ ഇതാണ് വിഷയം. നമുക്ക് ആ ഒരു ഒറ്റ ഇരുത്തത്തിൽ തന്നെ ഫുൾ ചിലപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. കുറേ നമ്മൾ ലാഗ് അടിച്ച് ഇങ്ങനെ എടുത്ത് വെക്കും. അങ്ങനെ അതാണ് സംഭവം. പിന്നെ നമ്മൾ പഠിച്ചത് റിവൈസ് ചെയ്യുകയാണെങ്കിൽ അതെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കട്ടെ. അപ്പം എന്തായാലും ഒരു ഏകദേശം നോക്കുമ്പോൾ ഒരു 50% ഓർഗാനിക് നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും. ബാക്കി 50% ഇന്ന് എക്സാമിൻ്റെ തലേ ദിവസത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഇനി ആവുന്നതെന്നൊക്കെ വലിയ പ്രതീക്ഷകളും കാര്യങ്ങളൊന്നുമില്ല.
പിന്നെ ഓർഗാനിക് ചാപ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഫുള്ളി പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എല്ലാ ചാപ്റ്ററത്തെയും ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് നെയിമിങ് റിയാക്ഷൻസ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ അതന്നെ ആയിരിക്കും മെയിനിൽ നമുക്ക് എക്സാമിന് വരുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ നെയിമിങ് റിയാക്ഷൻസ് എല്ലാ ചാപ്റ്ററും പഠിക്കണം. അപ്പോൾ നമുക്ക് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇന്നലെ ഇട്ട വീഡിയോയിൽ 2-3 കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പം പ്ലസ് വണ്ണത്തെ കുട്ടികളെ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇനി പഠിച്ചാൽ A+ കിട്ടുമെന്ന്. അപ്പം അഫ്കോഴ്സ് എനിക്ക് പറയാനുള്ളത് യെസ് കിട്ടും. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ റെഡിയാണെങ്കിൽ +1 അത്യാവശ്യം ഇനിയും നോക്കുകയാണെങ്കിൽ സമയം കുറച്ചുകൂടെ പഠിക്കാനും +2 കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇപ്പോഴും ഇനി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡെയിലി എടുക്കുന്ന എഫേർട്ടെക്കാട്ടി കുറച്ചുകൂടി എടുത്ത് നല്ല രീതിക്ക് പഠിക്കുകയാണെങ്കിൽ ഫുൾ മാർക്സും A+ ഒക്കെ മേടിക്കുക. കാരണം കെമിസ്ട്രി ഒന്നും ഒരു സീനേ ഇല്ല. കാരണം ഓർഗാനിക് ചാപ്റ്റേഴ്സാണ് 2 ചെറിയ കുഞ്ഞു ചാപ്റ്റേഴ്സാണ്. നമ്മൾ ഈ +2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ +1 ചാപ്റ്റേഴ്സൊക്കെ നല്ല സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഫിസിക്സാണ് പിന്നെ കുറച്ചൊരു ഇതായി തോന്നുന്നാലും നല്ല രീതിക്ക് പഠിക്കാൻ പറ്റും. കുറേ പ്രാക്ടീസ് ചെയ്താൽ നല്ല രീതിക്ക് തന്നെ ഇനിയും നമുക്ക് മാർക്സൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ ഇന്നലെ ഒരു 7:15 മുതൽ ഇരുന്നിട്ട് ഏകദേശം ഞാൻ അങ്ങനെ ഒരു 2 മണി 3 മണി വരെ പോയിട്ടുണ്ട്. കാരണം സംഭവം എന്ന് വെച്ചാൽ ലൈവ് ആകെ നോക്കുമ്പോൾ 2-3 മണിക്കൂറുള്ളൂ. പക്ഷെ നമ്മളത് പഠിച്ച് വരുന്ന കുറേ അതിൻ്റെ ഇടയിൽ കുറേ ബ്രേക്ക് എടുക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, പിന്നെ കുറേ ലാഗ് അടിച്ച് സമയം ഇങ്ങനെ വെറുതെ കളയാണ്. അങ്ങനെ പിന്നെന്താ വിഷയം എന്ന് വെച്ചാൽ 2 മണി 3 മണിയായിട്ടും ഉറക്കം വരുന്നില്ല. കാരണം ഓരോ ചാപ്റ്റേഴ്സിനും എണ്ണം ആലോചിച്ചു. കാരണം പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് പഠിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനത്തെ ഓരോ ടെൻഷൻ കൊണ്ട് ഇപ്പോൾ ഉറക്കം വരാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഇപ്പം കെമിസ്ട്രി കുറച്ച് നോക്കി. അപ്പോൾ ഇനിയിപ്പോൾ മാത്സിന് വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത്. അതിലത്തെ ഇൻറ്റഗ്രൽസും ഡെറിവേറ്റീവ്സും ചാപ്റ്ററൊക്കെ നോക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം അടുത്തൊരു സ്റ്റഡി ബ്ലോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.